അത് മനുഷ്യന് ഇവിടെ രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നിത്യരക്ഷ, രണ്ടാമത്തത് അനുദിന അഭിലാഷങ്ങൾ, അത് ആവശ്യങ്ങൾ. രണ്ട് കാര്യങ്ങളെ നമുക്ക് നമ്മളുടെ മെയിൻ്റനൻസ് എവിടെയാണ് വരണത്? ഒന്ന് നമ്മുടെ അനുദിന ആവശ്യങ്ങൾ. അനുദിന ആവശ്യങ്ങളിൽ വീട്, ജോലി, വിവാഹം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂർ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻസ് എല്ലാം അവിടെ PR-ൻ്റെ ഇൻറ്റൻഷൻസാണ് മെയിൻ ഇൻറ്റൻഷൻസ്. 30 കൊല്ലം അവിടെ താമസിക്കുന്ന മലയാളികൾക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. 30 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നവർക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. സ്ഥിരമായ ഒരു അവിടുത്തെ സിറ്റിസണിൻ്റെ, അവിടെ ആൾക്കാരെ മൂന്നായിട്ട് തിരിച്ചിരിക്കുക. സിറ്റിസൺ എന്ന് വെച്ചാൽ പൗരന്മാർ, പിന്നെ PR ഉള്ളവർ, പെർമനൻ്റ് റെസിഡൻസ് ഉള്ളവർ, പിന്നെ ഈ ന്യൂ കമേഴ്സായിട്ടുള്ളവർ. അവർ ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സായിട്ടാണ് അവർ കൂട്ടണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ ആൾക്കാർക്ക് ചികിത്സാ ചെലവ് ഒരു രോഗത്തിന് 5000 രൂപ വന്നു കഴിഞ്ഞാൽ സിറ്റിസൺസിന് വെറും 500 രൂപയെ വരത്തുള്ളൂ. ഇതിങ്ങനെ എല്ലാത്തിലും ഉണ്ട്. എല്ലാ താരിഫിലും ഈ ജീവിതത്തിൻ്റെ ചെലവുകൾ. അപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഏണിങ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. കുടുംബമായിട്ടൊക്കെ അവിടെ ജീവിക്കാൻ പാടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങളിങ്ങനെ ചാടിക്കയറി ഇന്ത്യ വിട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അവരെല്ലാം സേഫാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. കുറേ പേര് ഓക്കെയാണ്, പക്ഷേ എല്ലാവരും അതുപോലെ ഓക്കെ അല്ല. നിങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ലോൺ എടുത്തായിരിക്കും നിങ്ങൾക്ക് തരണത്. കാരണം നിങ്ങളവരെ കാണുന്നത് എങ്ങനെയാണ്? വിദേശത്ത് ജോലിയുള്ളവരായിട്ടല്ലേ കാണുന്നത്. അവരവിടെ നിലനിന്ന് പോകാൻ എന്തുമാത്രം പാടുപെടണമെന്നുണ്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഓരോരോ ഞാനവിടെ ചെന്നപ്പോൾ രസമുണ്ടായി. എനിക്ക് ചിരി വന്നത്, ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. എങ്ങനെയാണ് ഇത് ശരിയാകണത്? ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ വരണമെന്ന് ചോദിച്ചു. ഇപ്പം നമുക്കിപ്പോൾ 15 കൊല്ലത്തെ ടാക്സ് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കും മുഞ്ഞിയൊക്കെ ചളങ്ങി വരണമുണ്ടല്ലേ. ഗവൺമെൻറ് നമ്മുടെയൊക്കെ ഒന്ന് 15 വർഷത്തെ ടാക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്കൊക്കെ ഒരു ചുണ്ട് ഒരു വശത്തേക്ക് മാറും, ചളങ്ങി വരും. പക്ഷെ നോക്കി എന്തൊക്കെ ഉണ്ടായ കാര്യം വെച്ചാൽ എല്ലാവരും സ്ഥലം കുറവേ ഉള്ളൂ, അവിടെ സ്ഥലം കുറവേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരെല്ലാം വണ്ടി എടുക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ മതി, ആരും വണ്ടി എടുത്ത് കറങ്ങണ്ടെന്നാണ് പറയണത്. കാര്യം സ്ഥലമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ടാക്സ് ഇരട്ടിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ വിചിത്ര വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ എന്തുമാത്രം മനോഹരമായ ജീവിതമാണ് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണത്. എന്തൊരു മനോഹരമാണെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമാണ്. ഞാൻ ഈ സിംഗപ്പൂർ ഓരോ രാജ്യങ്ങളിൽ പോയപ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, അതിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുള്ളാണ് ഈ എറണാകുളം. എറണാകുളത്തുനിന്ന് തുറമുഖത്തുനിന്ന് നമ്മൾ നേരെ പോയാൽ നമ്മൾ ആ പക്ഷിസങ്കേതം വരെ, കോതമംഗലം വരെ പോകുമ്പോൾ ഒരു വലിയൊരു സാമ്രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിമനോഹരവും നൈസർഗികവും, ഇങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടുള്ള, കൃത്രിമമല്ല, മനോഹരമായ സ്വന്തം രാജ്യത്ത്. ഇപ്പോൾ ചില സമയത്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, ഈ സ്ട്രെസ്സിൻ്റെ ഒരു കാരണം എന്താണ്, ഇവരെല്ലാവരും, എനിക്ക് മനസ്സിലായത്, ഒരു സ്ട്രെസ്സുണ്ട്, ജോലിയുടെ സ്ട്രെസ്സുണ്ട്, അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളും. നമുക്കില്ല സ്ട്രെസ്സ്. നമുക്ക് പക്ഷെ നമുക്ക് സ്ട്രെസ്സ് വന്നാൽ ഇറങ്ങി നടക്കാം വഴിയിലോട്ട്, നാട്ടുകാരെ കാണാം, സംസാരിക്കാം, കുറച്ച് സങ്കടം പറയാം. അപ്പോഴൊക്കെ ഇതെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ കെട്ടി മേലോട്ട് പൊക്കിയിരിക്കുക. അതുകൊണ്ട് ഗുണമുണ്ട്, സുനാമിയൊക്കെ വന്നാൽ അവർ രക്ഷപ്പെടും. നമ്മൾ ഇപ്പോൾ ഓടേണ്ടി വരത്തില്ല. എല്ലാവരും ഫ്ലാറ്റിൽ, എല്ലാം ഫ്ലാറ്റാണ്, 10-70 നിലയുള്ള ഫ്ലാറ്റുകളാണ് അത് താമസിക്കണം. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞത് സേഫാണല്ലോ ഇത്, ഇപ്പോൾ സുനാമിയൊക്കെ വന്നാൽ രക്ഷപ്പെടുമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ്, എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ ഈ ഫ്ലാറ്റിനകത്ത് കിടന്ന് കറങ്ങി കളിക്കുകയുള്ളൂ, ഒരു കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെ.
അപ്പോൾ സ്ട്രെസ് കൂടും. സ്ട്രെസ്സിങ്ങനെ ഈ വികീരണം ചെയ്തു പോകാനുള്ള ഒരവസ്ഥ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ കുറവായത് കാരണം മനുഷ്യൻ പൊതുവെ സ്ട്രെസ്സാണ്. ഈ ഉടമ്പടിക്കുണ്ടാകുന്ന പ്രശ്നം ഈ സ്ട്രെസ്സുകാരെയൊക്കെ ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ആധ്യാത്മികത വളരുമ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ബ്ലെസ്സിങ്സാണ് വരുന്നത്, അനുഗ്രഹങ്ങൾ. ഉടമ്പടിക്കും അങ്ങനെയല്ലേ, അനുഗ്രഹങ്ങളാണ് വരുന്നത്. ഈ അനുഗ്രഹങ്ങൾ എല്ലാ കാലങ്ങളിലും ദൈവം തരും. പക്ഷേ അനുഗ്രഹങ്ങളുടെ ഒരു കുഴപ്പം, വേറെ എന്തെങ്കിലും ഒരു പുതിയ ഒരു വിഷയം ജീവിതത്തിലുണ്ടായാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ അനുഗ്രഹത്തിന്, ഇപ്പം നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾക്ക് രോഗമാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ടല്ലോ, ഒരു പനി മതിയല്ലോ, നല്ലൊരു ഭക്ഷണം വെച്ചിരിക്കുകയാണ്, പനിയാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഭക്ഷണം എന്നുള്ളത് അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം, അത് ആസ്വദിക്കാൻ പറ്റിയ. പനിയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? അപ്പം അനുഗ്രഹം കിട്ടിയത് കൊണ്ടും ആ അനുഗ്രഹത്തിൻ്റെ അനുബന്ധമായിട്ട് അനക്സറായിട്ട് വരുന്ന ഒരു ചുറ്റുപാട്, അനുകൂല ചുറ്റുപാടുകളുണ്ട് ജീവിതത്തിന്. ഈ ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതാണ് പ്രശ്നം. ജീവിതത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഈ നമുക്ക് അനുഭവങ്ങൾ ആസ്വദിക്കാം. ചില സമയത്ത് അനുഭവങ്ങൾ നമുക്ക് ആസ്വാദ്യമല്ലാത്ത സമയത്ത് പ്രതികൂലമായ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വിഷയം വരുന്നത്. ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതൊരു സീരിയസ് വിഷയമാണ് ജീവിതത്തിൻ്റെ. നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, എൻ്റെ സെക്കൻഡ് ഘട്ടത്തിൽ വരുമ്പോൾ ചുറ്റുപാടുകൾ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് അസുഖമാണെങ്കിൽ നമ്മൾ അനിയത്തിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അനിയത്തിൻ്റെ കല്യാണം നമ്മൾ ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്നതാണ്. കാര്യം നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നു, ഇനി അപ്പായുടെ ഒരു ബാധ്യതയും നമ്മുടെ ഒരു ബാധ്യതയാണ് അവളെ പറഞ്ഞു വിടുകയെന്ന്, അവളൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് വിടുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പം നമ്മളും അനിയത്തിയുടെ കൂടെ അവളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുന്നതൊക്കെ വേണം പൊന്നൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തിരിക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഇന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല, സിറ്റുവേഷൻ മാറി. അപ്പോൾ അനിയത്തിൻ്റെ കല്യാണം ഒരു അനുഗ്രഹമാണെങ്കിലും നമ്മുടെ കുഞ്ഞിന് അസുഖം വന്ന കാരണം ഈ കല്യാണത്തിൻ്റെ സന്തോഷം നമുക്ക് കിട്ടണില്ല. ഈ കാലാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണത്? ഉടമ്പടി മനോഹരമായിട്ട് അഡ്രസ്സ് ചെയ്യും. ഇതിന് അനുഗ്രഹത്തിൻ്റെ സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് അഭിഷേക തലമാണ്. അഭിഷേകം ഞാൻ എപ്പോഴും വളരെ തന്ത്രപൂർവ്വം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാനുഭവ മേഖല ഈ അഭിഷേക തലമാണ്. കാര്യം നിങ്ങൾ ഈ അനുഗ്രഹ തലങ്ങളിൽ ഞാനിപ്പോൾ നിങ്ങളോട് ശാസിക്കും, ചിലപ്പോൾ നിങ്ങൾ തോന്നിയവാസമൊക്കെ ഞാൻ പറയും, നിങ്ങളെ ട്രെയിൻ ചെയ്യും. ഞാനിത് ഉദ്ദേശിക്കുന്നത് ഈ അനുഗ്രഹ തലത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിമാറി അഭിഷേക തലത്തിലേക്ക് വരണമെന്നാണ്. അഭിഷേക തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും നമുക്ക് വേണ്ടത് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ മനുഷ്യന് അനുഭവേദ്യമാകണം. ഈ ഒരു ഷിഫ്റ്റിങ് ഇതിനകത്ത് വരുന്നത്. എൻ്റെ പേര് സിന്ധു. ഞാൻ ആദ്യം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. കൊല്ലം കുണ്ട്രയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2000 ഞാനിവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ട് പ്രാർത്ഥിച്ചു പോയതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് എന്നെ എന്ന് ഉടമ്പടി എടുക്കാൻ അമ്മ വിളിക്കുന്നോ അന്ന് ഞാൻ വരാം എന്നും പറഞ്ഞാൽ പോയത്. പക്ഷേ 2025 19-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ഞാൻ കൊല്ലത്ത് എൻ്റെ മകൾ LLBക്ക് പഠിക്കുന്ന സമയത്ത്
കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അവിടെ അടുത്ത് തന്നെ പള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയും, എനിക്കിവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും എനിക്ക് കൃപാസനത്തിൽ പോകാനും ഒക്കെ ഉള്ളൊരവസരം അവിടുന്ന് പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഭവനം ഒരുക്കി തരണം. അതുപോലെ തന്നെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, അവളുടെ ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് പറയുമായിരുന്നു. എന്നും ഞാൻ വിശ്വാസ ജീവിതത്തിൽ 6 വർഷം കൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ വിശ്വാസത്തിലാണ് ജീവിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ നിശ്ചിത സമയം കൊണ്ട് തന്നെ എനിക്കൊരു ഭവനം ഒരുക്കാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ. ഞാൻ സമയം നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ബൈബിളും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പടവും ഒക്കെയായി ഒരു മെഴുകുതിരിയുമായാണ് ഞാൻ ആ വീടിനകത്ത് കടന്നത്. അതിനുശേഷം ആദ്യം വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം നോക്കുമ്പം 7 തൊടിയിൽ നിറഞ്ഞ് വെള്ളം കിടക്കുന്ന ആ കിണറ്റിൽ വെള്ളം ടാപ്പ് തുറക്കുമ്പോഴെല്ലാം ചായയുടെ കളറിലാണ് വെള്ളം വരുന്നത്. ആകെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നിട്ട് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച്, ഇതിങ്ങനെ ആയ പറ്റത്തില്ലല്ലോ, എന്താ ഞാൻ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ, എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ അപ്പൻ്റെ അടുത്തും മാത്രമല്ലേ ഞാൻ അനുവാദം ചോദിച്ചത് വാങ്ങിച്ചത്, ഇതിനെന്താ വേണ്ടുന്ന ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനെന്നും പ്രാർത്ഥനയിലും മറ്റും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡും ഇത് തന്നെയാണ്, കൊന്ത ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അവരെ ഒന്നും നിർബന്ധിച്ചിട്ടില്ല. മകളെയും നിങ്ങളെന്താ വിശ്വസിച്ചോളൂ എന്നേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഈ കർത്താവിൻ്റെയും മാതാവിൻ്റെയും വിശ്വാസത്തിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരണേന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. അവർ പ്രാർത്ഥനയിൽ അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് കൊന്ത ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിന് അവിടെ ഒരു പള്ളിയുണ്ട്. എനിക്ക് അവിടെ പോയി എല്ലാ ഞായറാഴ്ചകളും ഞാൻ അവിടെ പോകാറുണ്ട്. പോയി പ്രാർത്ഥിക്കുമ്പം എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയും, ഞാൻ മനസ്സാ കുർബാന സ്വീകരിച്ച ഒരാളാണ് എൻ്റെ അപ്പ എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിൻ്റെ പ്രശ്നം അവിടുന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, എൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ അമ്മേ, എനിക്ക് അവിടെ ചെന്നൊന്ന് മുട്ടുമേലൊന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ഇതിങ്ങനെ, ഞാൻ ഇത്രയും പൂർണ്ണമായും നിങ്ങളെ വിശ്വസിക്കുന്നതാണല്ലോ, എന്നിട്ട് എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ പള്ളിയുടെ ഉദ്ഘാടന ദിവസം തന്നെ എനിക്ക് ആ ആൾത്താര ഇവിടുന്ന് അതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട്. അവിടുന്ന് ഞാൻ മുട്ടുമ്മേ നിന്നിട്ട് എഴഞ്ഞ് അൾത്താരയുടെ അവിടം വരെ വന്ന് നമസ്കരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മുട്ടിൻ്റെയും അതുപോലെ തന്നെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെയും വേദന, ഇവിടുത്തെ തൈലം തൊട്ടാണ് ഞാൻ എന്തെങ്കിലും വേദന അനുഭവപ്പെടുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ തൈലം എടുത്ത് തൊട്ട് എന്നിട്ട് അതുമല്ല, നമ്മളെല്ലാം വിശ്വസിക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മയെ എനിക്കൊരു കന്യാസ്ത്രീ അമ്മയാണ് ഈ മാതാവിൻ്റെ പടം ആദ്യമായി എനിക്ക് തരുന്നത്. അതെൻ്റെ ഈ വീടിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ. ഞാൻ അതിൽ നോക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇവിടെ നിന്നും കിട്ടി. എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും അത്. അപ്പോൾ ഞാനിങ്ങനെ എന്നും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഈ ഭവനം ഒരുക്കിയത് ഒരു വലിയ പുരയിടമായിരുന്നത്, പല ഭാഗങ്ങളായി പലരും വാങ്ങിച്ച്. പക്ഷേ എനിക്ക് പറയേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ ആ ഭവനത്തിൽ വന്നു കയറുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊരു പോസിറ്റീവ് എനർജിയായി ഈ ഭവനത്തിന് എന്ന് ചോദിക്കും ആര് വന്നാലും. കാരണം അപ്പം ഞാൻ പറയും, എൻ്റെ കൃപയല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വാസമായി ഇവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, തമ്പുരാനെ എൻ്റെ അമ്മേ, ഞാൻ വെറും ഒരു വാടകക്കാരി മാത്രമാണ്, ഇത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഭവനമാണ്. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് എൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളായ എല്ലാ വിശ്വാസികളും അങ്ങനൊരു വിശ്വാസത്തിൽ പോകുമ്പോൾ മാത്രമേ നമ്മളോടൊപ്പം നമ്മുടെ അപ്പനും അമ്മയും നിൽക്കത്തുള്ളൂ. എന്ത് കിട്ടും ഏത് കിട്ടും എന്നല്ല ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. നമ്മൾ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം കൂടി നടന്നാൽ നമ്മൾ എന്ത് ചോദിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർക്കറിയാൻ പറ്റും, നമ്മളൊന്നും പറയണ്ട. പക്ഷേ എന്നാലും അതിലുപരി മനുഷ്യനായതുകൊണ്ട് ചോദിച്ചു പോകും. നമ്മൾ ചോദിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് സമയബന്ധിതമായി തന്നെ നമുക്കത് കാര്യങ്ങൾ സാധിച്ചു തരും.
എന്നിട്ട് ഞാൻ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുക, എല്ലാവരും ചോദിക്കുക എത്രാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാ കാര്യം നടന്നതെന്ന്. അപ്പം ഞാൻ പറയാം, അങ്ങനല്ല ചിന്തിക്കേണ്ടുന്നത്. എത്രാമത്തെ ഉടമ്പടിയിലാണെന്നല്ല, അപ്പൻ്റെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നും എന്നോടൊരാൾ ചോദിച്ചു ഇവിടെ വന്നപ്പോൾ. പക്ഷേ എൻ്റെ മകൾക്ക് ജോലിയുടെ സമയമായി, ഞാൻ ചോദിച്ചതുപോലെ തന്നെ ജോലി തന്നു. അത്രമാത്രം നമ്മൾ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. പല പ്രാവശ്യവും നാഷണൽ പെർമിറ്റ് വണ്ടി എന്ന് വെച്ചാൽ പറഞ്ഞുകൂടാ, എന്നാലും എനിക്കൊരു ഇത്തിരി സ്പീഡ് കൂടുതലുള്ള ആളാണ്. ഒരു റേസിംഗ് എഡീഷൻ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുമായിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ടേ ഞാൻ എന്നാലും നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് സഞ്ചരിക്കാറുള്ളത്. എത്രയോ പ്രാവശ്യം എന്നെ ആ അപകടങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് പോകുന്നപോലെ തോന്നും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണൊന്നടയ്ക്കും, പിന്നെ കാണുന്നത് എന്നെ ആരോ എടുത്തു മാറ്റി നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിനൊരു കുളിരനുഭവപ്പെടും. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞ ആളാണ്. നമ്മൾ ദൈവത്തിനെ തേടിയാൽ, നമ്മുടെ അപ്പനെയും അമ്മയും തേടിയാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അതിന് അവരെ തേടണം ആദ്യം, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാവൂ നമ്മൾ. ഞാനതെൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത്, ഈ കഴിഞ്ഞ മാസം പെരുമ്പുഴയിൽ നിന്ന് ഞാൻ മകളെ കൊല്ലത്ത് വിട്ടിട്ട് തിരിച്ച് ഓടി വരുമ്പം 3 മുക്കിൽ നിന്ന് ഒരു വലിയ ബസ് വന്നിട്ട്, അഷ്ടമുടി ബസ് വന്ന് തിരിഞ്ഞു വരുന്നത്, പുറവിൽ ഞങ്ങൾ കുറേ പേര് നിൽക്കുക. അവർ പുറവിൽ ആളിനെ നോക്കാതെ വണ്ടി പുറകോട്ടിങ്ങ് എടുത്ത്. അപ്പോഴത്തേന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, നീ വണ്ടി വിട്ടിട്ട് ചാടുന്ന എന്നോട് പറഞ്ഞു. എനിക്ക് പറയുമ്പം തന്നെ ഒരു വല്ലാത്ത അനുഭവമാണ്. ഒരു പെൺപിള്ളേർക്കും അങ്ങനെ തോന്നാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നില്ലേ, ആൺപിള്ളേർ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വണ്ടി തള്ളിയിട്ടിട്ട് ഞാനങ്ങ് ചാടി മാറുമായിരുന്നു. അവിടെ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരെ വഴക്ക് നോക്കുമ്പം എനിക്കതന്നേരം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള, എനിക്ക് പറയുമ്പം തന്നെ ഇപ്പോഴത്തന്നെ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ ഫസ്റ്റ് വീൽ ആ വണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത്. എൻ്റെ ഒരു ഇതുകളും ആ ഒരു പോറൽ പോലും എൻ്റെ വണ്ടി കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. അതുപോലെ എൻ്റെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ അവസ്ഥയിലാണ് പാത്രത്തിൽ പിടിച്ചപ്പം വെള്ളം കണ്ടത്. അരമണിക്കൂറിനകത്താണ് എനിക്ക് ഫലം തന്നത്. അടുത്തത് ഞാൻ കാണിക്കാം. ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ മുമ്പിൽ വെച്ച് കൊടുത്തതായത്. ഗ്ലാസ്സിൽ കളറ്, ചായയുടെ കളറാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ മുട്ടുമേ നിന്ന് ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോണോ അമ്മേ, പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കിട്ടിയതാണ് ഈ ഗ്ലാസ്സിലിരിക്കുന്ന ഈ വെള്ളം. ഉപ്പ് ഞാൻ കിണറ്റിൽ ഇട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഞാൻ തിരി കത്തിച്ച് അവിടെ കൊണ്ടുവയ്ക്കും കിണറിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഈ തൊടി ശരിയാക്കുന്നവർ 3 തൊടി ഇറക്കണം, അതിനകത്ത് മെറ്റിലിടാം, നെല്ലിപ്പലക പിന്നെ വെച്ച് തരാം, 1 ലക്ഷം രൂപയാവും. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ചെയ്യാണ്ടല്ലേ പറ്റും, എങ്ങനെയായാലും ചെയ്യണമല്ലോ, നമുക്ക് വെള്ളം കുടിക്കണമല്ലോ ആദ്യം. അങ്ങനെ അന്നേരം എനിക്കൊരു ചഞ്ചലപ്പ് എൻ്റെ മനസ്സിനില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഇടതും വലതും 2 കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതിലുപരി ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന എത്രയോ മക്കൾക്ക് ഭവനമൊരുക്കുകയും കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഈ ഭവനത്തിൽ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്ന ഓരോ കന്യാസ്ത്രീ അമ്മമാരെ, അതിലുപരി എൻ്റെ ജോസഫ് അച്ഛനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൂട്ടാറുണ്ട്. ആയുസ്സും ആരോഗ്യമായിരിക്കാൻ. ഞാൻ ഇന്ന് മുകളിൽ കയറിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കഴിഞ്ഞ തവണ വന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയപ്പം അച്ഛൻ്റെ മുഖത്തൊരു മ്ലാനത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം കണ്ടപ്പം വീണ്ടും അച്ഛൻ ഓരോ ദിവസം കഴിയും തോറും മുഖത്തിന് എന്തൊരു തേജസ്സാണ്. കാരണം അത് അമ്മ കൊടുക്കുന്നതല്ലേ, അമ്മയുടെ കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനതുപോലെ തന്നെ ചൊവ്വാഴ്ച തോറും ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട് ഓൺലൈനിൽ. നിങ്ങളെല്ലാവരും അത് ചെയ്യണം, ഞാനത് നിങ്ങളോട് പറയുക. അതുപോലെ നമ്മൾ മനസ്സും ഹൃദയവും എല്ലാം ശുദ്ധമായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം 1 രൂപയായാലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കുള്ളതിൽ പങ്ക്, തോനെ വേണ്ട, ഉള്ളതുപോലെ ആർക്ക് കൊടുത്ത് അത് ആവശ്യമുള്ളവരെ കണ്ടറിഞ്ഞ്, അല്ലാതെ
ആവശ്യമില്ലാത്തവരടുത്ത് സ്നേഹം നടിച്ച് അവർക്കൊന്നും കൊടുക്കണ്ട. ആവശ്യമനുസരിച്ച് കണ്ടറിഞ്ഞ് ഒരു പുസ്തകമായാലും എൻ്റെ മകൾ പഠിക്കുന്ന കാലയളവിലല്ല, ഞാൻ ഇപ്പോഴാണത് ഇവിടെ പറയുന്നത്. ഞാൻ പുസ്തകങ്ങളോ ബുക്കുകളോ വാങ്ങിച്ച് 2 പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഞാൻ എൻ്റെ മകൾക്ക് ബുക്ക് വാങ്ങിക്കുന്ന പോലെ 4 എണ്ണമെങ്കിലും വാങ്ങിച്ച് ഞാൻ ഒരാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ മകൾ LLB പാസ്സായി, ഇപ്പം അയാൾക്ക് SBI ജോലിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ഛൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് നമ്മളെല്ലാം പാലിച്ച് നമ്മൾ ദൈവത്തോടടുത്ത് നിന്നാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ അപ്പൻ്റെ ഉണ്ടാവും. എനിക്ക് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയാം. എന്നെ ഞാൻ എൻ്റെ ഒന്നുകൂടെ പറയാം, എൻ്റെ വണ്ടിയിൽ കിടക്കുന്ന കീ ചെയിൻ എന്ന് പറയുന്നത് ഞാൻ 2 വർഷം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കൊന്തയാണ് ഞാൻ കീ ചെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു കീ ചെയിനും ഞാൻ എൻ്റെ ചാവിയിലിടാറില്ല. എൻ്റെ വിശ്വാസമാത്. എന്നെ എപ്പോഴും കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ അന്ന് മുതലേ തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ബൈബിള് ഞാൻ കൊന്ത വായിക്കാറുണ്ട്. ബൈബിളാണ് എൻ്റെ വീട്ടിൽ തുറന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിലും അതെടുത്ത് എനിക്കിപ്പോൾ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടറെ ഒന്ന് കണ്ട്, അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വലിയ കാര്യങ്ങളാണ്. എന്നാൽ എനിക്ക് ഒരിക്കലും എനിക്കൊരു ഡൗട്ട് തോന്നാറില്ല ഏത് കാര്യത്തിനും. എൻ്റെ വിശ്വാസം എൻ്റെ അപ്പനും അമ്മയും അത് സഹായിച്ചെന്നുള്ളൂ. അവരുടെ ജോലിയാണത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ സംശയത്തെ ഒന്നിനെയും കാണത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് ഞാൻ കരുതുന്നത്. അതെൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആ ധൈര്യം എന്നിലേക്ക് അവർ തന്നിരിക്കുന്നതാണ്. ഞാനത് നിങ്ങളോടും പറയുന്നത് അത് തന്നെ ഉള്ളൂ. ഈ പ്രസ്ഥാനം ഇനി അടുത്ത തലമുറകളിലേക്കും, ഇനി നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇനി വരുന്ന തലമുറകളിലേക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനും ഇവിടുന്ന് വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഇനി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്നറിയുവാനും ഒക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിലേക്കും അതുണ്ടാകാൻ ഞാൻ ദൈവത്തോട് 1000 പ്രാർത്ഥനയോടുകൂടി എൻ്റെ ആത്മീയ ജീവിതവും എൻ്റെ കുടുംബ ജീവിതവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എൻ്റെ കുടുംബനാഥൻ നല്ല ആളായിരുന്നു. 3 വർഷമായി, സെപ്റ്റംബർ 13-ാം തീയതി 3 വർഷമായി ദൈവസന്നിധിയിലേക്ക് പോയിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം അത്ര നല്ലൊരു കുടുംബജീവിതമാണ് എനിക്ക് തന്നത് തമ്പുരാൻ. പക്ഷേ ജീവിച്ച കാലയളവെല്ലാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് പ്രധാനം. അല്ലാതെ എന്തിനു വേണ്ടി ജീവിച്ചു എന്നല്ല, നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് കൃപയും നന്ദിയും. ഞാൻ എപ്പോഴും ഒരു ഇതിൽ ഞാൻ പറയാറുണ്ട്, എനിക്കത് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എനിക്കൊരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ പറ്റാത്തതിൽ ഞാൻ സത്യമായിട്ടും പറയുക. അതിന് എന്ത് പ്രശ്നമായാലും എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാനും പറ്റില്ല, മാമോദിസ സ്വീകരിക്കാനും പറ്റിയില്ല, ജ്ഞാനസ്നാനം ചെയ്യാനും പറ്റിയില്ലെന്നുള്ള ഒരു മനോവേദന എനിക്ക് എന്നും ഉണ്ട്. എന്നെ അമ്മ അതിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പ് അത് സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, അടുത്ത ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനൊരു മകളായി ജനിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. നന്ദി പറയുക ഞാൻ അമ്മയ്ക്കും അപ്പനും. യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. എൻ്റെ പേര് അമൃത. ഞാൻ 2025 മാർച്ച് 12-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആൻറ്റിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങളും മറ്റും ആ ആൻറ്റിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ആൻറ്റി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ കൂടുതലായിട്ട് അന്നൊന്നും അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ആൻറ്റിയെ ഒരു ദിവസം കണ്ടപ്പോഴത്തേക്ക് ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി ഇട്, നിനക്ക് ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വീട്ടിലെല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്നൊക്കെ ആൻറ്റി പറഞ്ഞു. പക്ഷേ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ
ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് മുല്ലപ്പൂ അഭിഷേകം കിട്ടുകയുണ്ടായി. പിന്നീട് അതിനുശേഷം എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ശ്വാസം മുട്ടുപോലെ വന്നത്. എനിക്ക് തേരി കയറാനും ഒന്നും എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഒട്ടും എനിക്ക് തേരി കയറാൻ പറ്റുന്നില്ല, അതിഭയങ്കരമായ ശ്വാസം മുട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്ന അതാണ് എൻ്റെ ആദ്യത്തെ ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് ചെറിയ ചെറിയ രോഗങ്ങളെല്ലാം അമ്മ എനിക്ക് ഉടമ്പടി തൈലത്തിലൂടെയും എല്ലാ ഉപ്പ് ഉപയോഗിച്ചത് മൂലം എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളുണ്ടായി. പിന്നീട് എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഒരു സൗഖ്യം എന്ന് പറയുന്നത്, എനിക്ക് 12 വർഷത്തോളമായി ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഞാൻ MSW, MA സോഷ്യോളജി, ഫാമിലി കൗൺസിലിംഗ് കഴിഞ്ഞതായിരുന്നു. പക്ഷേ 12 വർഷത്തോളം ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എനിക്കൊന്നും നടന്നില്ല. ഇൻ്റർവ്യൂവിന് പോയി, പല ടെസ്റ്റുകൾ എഴുതി, ഒന്നും ശരിയാകുന്നില്ല, ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ അവസാനം എനിക്ക് 2025 അവസാനത്തോടു കൂടി തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നിരുന്നു. അവിടെ ഞാൻ പോയി, എനിക്ക് എഴുതണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ബസ്സിൽ ഇരുന്ന് താമസിച്ച് പോയി, എഴുതണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയോ അവിടെ അന്ന് ആൾ കുറവായതുകൊണ്ട് അവിടുത്തെ മാഡം പറഞ്ഞു, അമൃത എന്തായാലും ഒന്ന് എഴുതി അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ പോയി എഴുതി. ആൾക്കാരെല്ലാം കുറവായിരുന്നു. എഴുതി അമ്മയുടെ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉപ്പൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാം ഇട്ടു. അതിന് ശേഷമാണ് ഞാൻ ബബിളൊക്കെ കർപ്പിച്ച് അതിനുശേഷം ഞാൻ പരീക്ഷയിൽ പാസ്സായതിനു ശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന്, ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച ഒരു പരീക്ഷയാണ്. പക്ഷേ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാഡം വിനീത എന്ന് പറയുന്ന ഒരു മാഡമാണ്, അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അമൃത ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കേരളത്തിലെ പ്രശസ്തമായ DGP ഒക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. മനഃശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് 1% പോലും കിട്ടാൻ സാധ്യതയില്ല. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇതാണ്. അതിനുശേഷം 2026 ജാനുവരി മാസം 8-ാം തീയതി ഞാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോയിൻ ചെയ്ത് 3 മാസത്തേക്കാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ഈ മാസം ഒരു പകുതിയോടുകൂടി അവർ പറഞ്ഞു വീണ്ടും കോൺട്രാക്റ്റ് പുതുക്കുന്നുണ്ട്, അമൃത വീണ്ടും പുതുക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പുതുക്കുന്നുണ്ട് മാഡം, എങ്കിലും എൻ്റെ മെയിലിലോട്ട് റിപ്ലൈ ഇടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലിലോട്ട് റിപ്ലൈ ഇട്ടു. അതിനുശേഷം ഞാൻ 3 മാസം കൂടെ പുതുക്കി. ഇപ്പോൾ 1 മാസത്തെ സാലറി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. വേറെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല എന്നാണ് ഇതിനകത്ത് കൂടെ പറയാൻ എനിക്ക് കഴിയുന്ന. അമ്മയ്ക്ക് ചെറിയ ഒരു ചെറിയ ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹത്തിലൂടെ മാത്രമാണ് മാറ്റിത്തരാനായിട്ട് കഴിഞ്ഞിരുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപ്പും തൈലവും ഒക്കെ എന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലിലും ആട്ടോക്കാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നീട് പൊതിച്ചോറ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു. രോഗികളെ കാണാനൊക്കെ പോകുമായിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ബൈബിള് വായിക്കും, അരമണിക്കൂർ വായിക്കും. പിന്നീട് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കും. പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് നല്ല ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
പിന്നെ കൂടുതലായിട്ട് ബൈബിള് വായിക്കാൻ ബൈബിള് ഒരു 15 മിനിറ്റ് നമുക്ക് വായിച്ചാൽ വീണ്ടും അരമണിക്കൂർ അല്ല 1 മണിക്കൂർ വായിച്ചാൽ ഇപ്പോൾ മുഴുക്കാത്ത ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് എനിക്ക്. അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി. താങ്ക് യു.